എന്നിപ്പോൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഇപ്പം അമ്മേൻ്റെയൊക്കെ പഴയ ഓർമ്മകൾ നമ്മൾ പല പ്രാവശ്യങ്ങളായിട്ട് ചില പ്രത്യേക മാസങ്ങളിലൊക്കെ നമ്മളത് ആ കാലത്തെ ഓർമ്മകൾ ഒക്കെ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തല്ലോ. ഞാൻ എൻ്റെ ഒരു നമ്മൾ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, പ്രത്യേകിച്ച് ഞങ്ങളെ തറവാട്ട് വീട്ടിലുള്ള ആ ഒരു ഓർമ്മകളാണ്, അതാണ് ഇപ്പം നമ്മൾ പങ്കുവെക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങളെന്ന് വെച്ചാൽ തറവാട് വീട് നമ്മൾ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്തുള്ള പന്തലൂര്, അതാണ് നല്ല ഒരു തനി ഒരു നാടൻ ഗ്രാമം. അതായത് വെച്ചാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ആ ഒരു തനി നാട്ടുമ്പുറ കാഴ്ചകൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു രീതിയിലുള്ളൊരു ഗ്രാമം തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ഇത് പറയുന്നത് വെച്ചാൽ ഒരു 80കളുടെ അവസാനം അല്ലെങ്കിൽ 90കളിൽ ഒക്കെ ഉള്ള ആ ഒരു ഇതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം ആ ഒരു കാലത്ത് ഇത്രയൊന്നും പിന്നെ വികസനം കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ ഒന്നാമത് വീട്ടിൽ വെച്ചാൽ നമുക്ക് നമ്മുടെ തറവാട് വീടിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കും ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ നമുക്ക് പഴയ 2 നില ഓടിട്ട വീട്, ആ 2 നില എന്ന് പറയുമ്പോൾ താഴത്തെ അത് കഴിഞ്ഞ് മുകളിൽ അവിടെ തന്നെ പിന്നെ ചെറിയൊരു ഇതുണ്ട്. അതിന്റെ നേരെ മുകൾ ഭാഗത്ത് ചെറിയൊരു നമ്മൾ തട്ടുംപുറന്നാണല്ലോ പറയല്ലേ, അപ്പൊ അതുണ്ട്. അവിടേക്ക് ഇപ്പം നമ്മൾ വേറൊരു കോണി വെച്ചിട്ട് വേണം കയറണമെങ്കിൽ, അല്ലാതെ അവിടെ ഫിക്സ് ആക്കിയിട്ട് ഒരു കോണിയല്ല, നമ്മൾ വേറെ ഒരു കോണി വെച്ചിട്ട് കയറുക ചെയ്യാം. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 3 നില എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത്. മറ്റേ ആ തട്ടുംപുറത്തൊക്കെ അന്ന് എന്താണ് വെച്ചാൽ ഈ തേങ്ങ, അന്നൊക്കെ ഞങ്ങളുടെ അത്യാവശ്യം പറമ്പിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പറമ്പ് തന്നെ ആയിരുന്നു. അപ്പൊ അതിൽ ചില തേങ്ങ ഉണ്ടാവും, തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുവെക്കാനും, അതുപോലെ പഴയ എന്തെങ്കിലുമൊക്കെ മരങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുവെക്കാനാണ് അവിടെ അത് ഉപയോഗിക്കുന്നത്, അന്ന് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ചില കൊണ്ട് നല്ലൊരു പഴയ ആവരുത്. പിന്നെ അപ്പോ രാവിലെ എങ്ങനെ വെച്ചാൽ രാവിലെ ഇപ്പൊ നമുക്ക് തൊട്ടടുത്ത് തന്നെ പന്തലൂർ ഭഗവതി ക്ഷേത്രമുണ്ട്, വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രം ഒരു 5 മണിയോടുകൂടി, അന്ന് ഒരു 4:45 5 മണിയോടുകൂടി പാട്ട് വെക്കും, അമ്പലത്തിൽ നിന്ന് പാട്ട് വെക്കും. അപ്പൊ പിന്നെ ആ ഒരു സമയമാകുമ്പോഴേക്കും ഏകദേശമൊക്കെ ഞങ്ങൾ ഉണരും. പിന്നെ എന്ന് വെച്ചാൽ അന്ന് കുട്ടികളെ എന്നൊക്കെ കാലത്താകുമ്പോൾ അതാണല്ലോ ഇപ്പൊ നമ്മൾ പറയുന്നത്. അപ്പോ പിന്നെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരു ആണ് ആ ഒരു ഇതായതോടുകൂടി ഇപ്പൊ സ്കൂളിലേക്ക് ആ ഒരു സമയത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വെച്ചാൽ 5 മണിക്കൊക്കെ പാട്ട് വെക്കും. അപ്പൊ തന്നെ ഏകദേശം ഇങ്ങനെ ഉണർന്നാലും പിന്നെ ഒരു 6 മണിയോടുകൂടി ഞാനൊക്കെ എണീറ്റിരുന്നു. അമ്മയൊക്കെ വെച്ചാൽ 5 മണിക്ക് തന്നെ എണീക്കും. 5 മണിയല്ല, അന്ന് 4:30 എണീറ്റിരുന്നു അവര്, അമ്മയൊക്കെ. അപ്പോൾ അമ്മ ഉണ്ട്, അച്ഛൻ്റെ പെങ്ങളുണ്ട്, അപ്പൊ പിന്നെ പെങ്ങന്മാര്, അപ്പൊ അവരൊക്കെ നേരത്തെ എണീക്കും. അപ്പൊ ഇങ്ങനെ ഈ സമയത്ത് അത് കഴിഞ്ഞ് ഒരു 6 മണിയോടുകൂടി എണീറ്റു. അത് കഴിഞ്ഞുള്ള ചില അന്നത്തെ ഈ അമ്പലത്തിന്റെ അതായത് ക്ഷേത്രത്തിന്റെ നേരെ മുമ്പ് തന്നെ വലിയ ക്ഷേത്രക്കുളം. പക്ഷെ അന്ന് നല്ല വെള്ളമാണ്, അപ്പൊ നല്ല തെളിഞ്ഞ വെള്ളമുള്ള സമയമാണ്. അപ്പൊ എന്താ വെച്ചാൽ രാവിലെ ഒക്കെ എണീറ്റ് നമുക്ക് അന്ന് വെച്ചാൽ ഞങ്ങള് പിന്നെ ഇവരൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് അവര് കുളിക്കാൻ പോകുന്നൊക്കെ സമയത്ത് എന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് നീന്തൽ അവിടുന്നാണ് നീന്തൽ പഠിപ്പിക്കും. അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അവര് അത്രയും ചെറുപ്പത്തിൽ തന്നെ നമുക്ക് നീന്തൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെ ഇവരൊക്കെ കൂടെ കുളിക്കാൻ പോകുന്നു. അപ്പൊ അങ്ങനെ രാവിലെ തന്നെ അതാണ്. അപ്പൊ അത് കഴിഞ്ഞ അങ്ങനെ നീന്തൽ പഠിച്ച് അങ്ങനെ. അപ്പൊ വെച്ചാൽ നമ്മള് നീന്തൽ പഠിക്കൽ മാത്രമല്ല, നമുക്ക് അപ്പൊ അന്ന് കുളത്തുനിന്ന് മുങ്ങി കുളിച്ചിട്ട് ആണ് അത് ചില ഏകദേശം ഒരു 6:30 ആവുന്നതോട് കൂടി പോവാണ്. അപ്പോൾ കുളത്തിലൊക്കെ മുങ്ങിക്കുളി കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ തൊഴുതിട്ടാണ് ഞങ്ങൾ വരിക. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ പിന്നെ അമ്മയ്ക്ക് പിന്നെ നേരത്തെ തന്നെ കുളിച്ചല്ലേ, അവരെ കുളി കഴിയും. ഞങ്ങള് പിന്നെ ഒന്നിച്ചാണ് എല്ലാവരും പോവുക. അനുസരിച്ച് നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വിടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വലിയ കുളമാണ്. അപ്പോൾ ഈ ഒരു 6:30 കൂടി അത് കഴിഞ്ഞൊക്കെ അമ്പലത്തിലൊക്കെ തൊഴുത് അത് വേറെ എല്ലാം അടുത്ത വീടുകളിലുള്ളവരൊക്കെ ആയിട്ട്. അന്നൊക്കെ നല്ല രസമാണ്, ഇന്നത്തെ പോലെ ഒന്നും അല്ലല്ലോ. പക്ഷെ എല്ലാവരും ഇങ്ങനെ കൂട്ടുകുടുംബമാണല്ലോ, ഏറെക്കുറെ വീടുകളിലും അന്ന് കൂട്ടുകുടുംബം തന്നെയാണ്. അപ്പോൾ അടുത്ത വീട്ടിലുള്ളവരും ആ ഒരു ഏകദേശം ആ ഗ്രാമത്തിലൊരു അതാണ് വലിയ കുളമാണ്. അപ്പോൾ അവിടുന്ന് കുളി അതൊക്കെ കഴിഞ്ഞുള്ള വരവും പിന്നെ അമ്പലത്തിൽ തൊഴുത് വന്നിട്ടുള്ള എല്ലാവരും ഒരു പതിവ് തന്നെ ആയിരുന്നു ആ ഭാഗത്തല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ വരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് അന്നും ഞങ്ങൾക്ക് ഈ നേരത്തെ ചായ
പലഹാരത്തിന്റെ ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആ ഒരു ടൈമിങ്. ഇതിപ്പോ 6:30 പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 7-7:30 എത്തും. 7 മണിയല്ല, ഒരു 7:30 ഞങ്ങൾ എത്തും. അപ്പൊ ഈ ഒരു 7:30 ആവുന്നോട് കൂടി ചായ വരാറാണ്. അപ്പോൾ ഇവര് ഇപ്പൊ അമ്മയൊക്കെ നേരത്തെ എണീറ്റ്, അമ്മ അച്ഛന്റെ പെങ്ങളുണ്ട്, അപ്പൊ അവരൊക്കെ നേരത്തെ എണീറ്റ് ചായ പലഹാരങ്ങളൊക്കെ റെഡിയായി. അപ്പൊ പിന്നെ ഒരു 7:30 സമയത്ത് പിന്നെ ചായ പലഹാരം. പിന്നെ നമുക്ക് സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ കുളിക്കുന്ന വെച്ചാൽ ഞങ്ങൾ അന്നേ ഉള്ള ഒരു പതിവാണ് കാച്ചിയ എണ്ണയാണ് തലയിൽ തേക്കുക. അതിപ്പോ ഇന്നും ഞാൻ ആ ശീലം തുടരുന്നുണ്ട്. ഇന്നും അത് മാറ്റം വന്നില്ല. എണ്ണ തേക്കാതെ കുളിച്ചാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അന്ന് എനിക്ക് വീട്ടിൽ കാച്ചിയ എണ്ണ, ഇപ്പൊ പിന്നെ നമ്മളൊക്കെ ആര്യവൈദ്യശാലയിൽ നിന്ന് വാങ്ങുന്നതാണ്. അന്ന് വീട്ടിൽ കാച്ചലാണ്. അപ്പൊ അമ്മ പിന്നെ പ്രത്യേകം കാച്ചി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഈ കാച്ചിയ എണ്ണ അതിനാണ് തേക്കുക. ചിലപ്പോ ചെമ്പരത്തി ആദി, ഏലാദി ഒക്കെ ഉണ്ടല്ലോ പോലെ, അന്ന് ഇനി തുളസി തെച്ചിയൊക്കെ ഇട്ടിട്ട് കാച്ചുന്നു അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് ആണ് തേച്ചിരുന്നത്. പിന്നെ അപ്പൊ കുളീന്റെ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വരികയാണെങ്കിൽ നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വെച്ചാൽ അന്ന് പിന്നെ പ്രധാനമായിട്ടുള്ള അന്ന് ഞങ്ങളൊക്കെ കുട്ടികളാകുന്ന കാലത്ത് വീട്ടിലുണ്ടാക്കിയിരുന്നത് ഇഡ്ഡലി, ദോശ, ഉപ്പുമാവ്, പുട്ട്. കൂടുതലും ഈ ഒരു അന്ന് ഈ 4 ഇതാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കപ്പ പുഴുങ്ങിയതുണ്ടാവും ചില ദിവസങ്ങൾ. പക്ഷെ കൂടുതൽ ഞങ്ങൾക്ക് ഈ അരിന്റെ തന്നെയാണ് ഉണ്ടാവുക. ഗോതമ്പിന്റെ പൊതുവെ അന്ന് കുറവാണ്. എനിക്കും അത് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മയിലും. കാരണം വെച്ചാല് ചപ്പാത്തി ഒന്നും ഇപ്പൊ എൻ്റെ ആ ഒരു കുട്ടിക്കാലത്ത് തീരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ പിന്നെ വെള്ളപ്പം ഉണ്ടാക്കും, അങ്ങനെയുള്ള ഇതാണ്. അപ്പൊ ഈ ഗോതമ്പിൻ്റെത് അങ്ങനെ ഇല്ല അന്ന്. ചില കൂടുതലും നമ്മൾ അന്ന് വീട്ടിൽ തന്നെ, പിന്നെ പറമ്പിൽ തന്നെ ഉണ്ട്. പിന്നെ പച്ചമുളക്, അതായത് നമ്മൾ കാന്താരി മുളക് ഉണ്ട്, കറിവേപ്പില എല്ലാം ഉണ്ടല്ലോ. അപ്പൊ തേങ്ങ, അപ്പൊ എന്താ വെച്ചാല് തേങ്ങ അരച്ച ചട്ടിണി. അതിൽ അന്ന് അമ്മ പിന്നെ കുറച്ച് മോര്, പിന്നെ മോരൊക്കെ വെച്ചാൽ വീട്ടിൽ നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ പാല് വാങ്ങുമ്പോൾ പിന്നെ അത് ഒഴിച്ച് നമ്മൾ മോരാക്കുമല്ലോ, അതുണ്ട്. അപ്പൊ മോര് ലേശം ചേർത്ത ചട്ടിണി, ഈ കാന്താരി മുളകൊക്കെ അരച്ച നല്ല അമ്മീമേൽ അരച്ച ചട്ടിനിയാണ്. അപ്പോ ഇത് പിന്നെ മാവ് അത് ആട്ടുന്നത് അങ്ങനെയാണല്ലോ, ആട്ടുകല്ലാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അപ്പൊ ഈ ചട്ടിണി ദോശയും ചട്നി. പിന്നെ ചില സമയങ്ങളിലാണ് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഉണ്ടാക്കുക. കൂടുതൽ ഈ ചട്നി അന്നത്തെ ഒരു വലിയൊരു പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നെ ചെറുപയറോ കടലയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാക്കലുണ്ട്. പുട്ടിനൊക്കെ ആണെങ്കിൽ പുട്ട്, കടല. പക്ഷെ പ്രധാനത്തിൽ ആയിട്ടുള്ളത് അതുപോലെ ചമ്മന്തി. ഈ ചട്നി അല്ലെങ്കിൽ പിന്നെ അത് നമ്മളെ ഒരു കട്ട ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കുമല്ലോ, അത്. അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി. ആ ദോശ പിന്നെ കല്ലില് ചെറുതായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കുന്ന പോലെ ചെയ്തിട്ട് അല്ല ഉള്ളി ചമ്മന്തി. അപ്പോ ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് ഇപ്പൊ ഈ ഒരു 3-4 തരത്തിലുള്ള പലഹാരങ്ങൾ അങ്ങനെ മാറി മാറി ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഈ രാവിലത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ സാധാരണ ചായ, അപ്പൊ അങ്ങനെ പോയി പിന്നെ പാലൊക്കെ അടുത്ത് വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ സാധാരണ പാലിനെയാണ്. പക്ഷെ പൊതുവെ എനിക്ക് അങ്ങനത്തെ പാല് ഒറ്റയ്ക്ക് കുടിക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ ചായയിൽ അതന്നെ കുറച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഇതുണ്ട്. പാലിനോട് അത്ര വലിയൊരു താല്പര്യമില്ലായിരുന്നു ചെറുപ്പത്തില്. അപ്പോ ചെറുപ്പത്തിലെ ആ ഒരു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം നമുക്ക് സ്കൂളിലേക്ക് പോകുന്നതിന്റെ മുമ്പ് പിന്നെ വായനയും കാര്യങ്ങളാണ്. അതൊക്കെ പിന്നെ അതിനൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് ഒരു 9 മണി, രാവിലെ ഒരു 9 മണി ഒക്കെ കഴിഞ്ഞ്, ഇപ്പൊ ഞങ്ങൾക്ക് വെച്ചാൽ ഏകദേശം ഞങ്ങൾക്ക് LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂൾ, ഇത് ഈ 3 ഭാഗത്തേക്ക് ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഏകദേശം നടക്കാനുള്ള ദൂരം. അന്ന് പിന്നെ സ്കൂൾ ബസ്സുകളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നടക്കാനുള്ള ദൂരത്തിലുള്ള തന്നെയാണ്. അപ്പോൾ നടന്നു തന്നെയാണ് പോവുക. നല്ല വഴിയാണ്, നല്ല പച്ചപ്പുള്ള, പിന്നെ ഇതുണ്ട്, പാടമുണ്ട്. പാടവരമ്പിലൂടെ ഞങ്ങൾക്ക് പോകേണ്ടത്. തോടുണ്ട്, ചെറിയ പാലമൊക്കെ ഉണ്ടാവും അന്നത്തെ. അപ്പോ അത് ഒക്കെ കടന്നിട്ട് വേണം പോകാൻ. വേനൽക്കാലത്ത് പിന്നെ അധികം വെള്ളം ഇല്ലെങ്കിൽ പിന്നെ അത് മുറിച്ച് കടക്കുക ചെയ്യാം. അപ്പോ സ്കൂളിലേക്ക് പോകുന്ന നമ്മളൊരു ഇപ്പോൾ അന്ന് ഏകദേശം 10 മണിയാവുന്നതോടുകൂടി നമ്മൾ സ്കൂളിലേക്ക് എത്തും. 10 മണിയാകുമ്പോഴേക്ക് എത്തണല്ലോ. അപ്പൊ എന്താ വെച്ചാൽ അതൊക്കെ ഒരു 9:30 മണിക്ക് വീട്ടിൽ നിന്ന് പോയാൽ ഒരു 9:45 സ്കൂളിലെത്താം. ഒരു 9:30 മണിക്കാണ് സ്കൂളിലേക്കുള്ള പോക്ക്. അത് ഇപ്പൊ അതിന്റെ മുമ്പ് വരെ കുറച്ച് വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സ്കൂളിലേക്ക് വേണ്ട ഒരുക്കങ്ങളും കാര്യങ്ങളും ചെയ്ത്. അന്നൊക്കെ വെച്ച് ഞാൻ സ്കൂളിലേക്ക് വരുന്ന കാലത്ത് വെച്ചാൽ കുറേശ്ശെ നമ്മൾ ഈ ഒരു അലുമിനിയ പെട്ടി ഉണ്ട്. ആ കാലത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടുപോയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ഭയങ്കരതാണ്, ഈ അലുമിനിയ പെട്ടി ആയിട്ട് പോകുന്നത്. പിന്നെ വരുന്നത് അലുമിനിയ പെട്ടി അല്ലാതെ പിന്നെ വരുന്നത് എന്താ വെച്ചാല്, പിന്നെ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള ബാഗ്, സഞ്ചികളൊക്കെ ഉണ്ട്. പ്രത്യേക തരത്തിലുള്ള അന്ന് ഈ ഒരു പുറത്തിലൂടെ ഒക്കെ ഇടുന്നത്. അങ്ങനത്തെ ഒക്കെ ഇത് സ്കൂളിലേക്ക് പോകുമ്പോൾ
ഉണ്ടായിരുന്ന ബാഗുകളായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ എലാസ്റ്റിക് പോലെയുള്ള ഒരു നമ്മളില്ലോ അത് മാത്രം ഇട്ടിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ അങ്ങനത്തെ ആ ഒരു ഇത് അങ്ങനെയാണ്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ പോകുന്ന സമയത്ത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് അടുത്ത വീട്ടിൽ നിന്നുള്ള അങ്ങനെയാണ്. ആ അടുത്ത വീടുകളിൽ നിന്നുള്ള ചിലപ്പോൾ ഞങ്ങൾ വീടിന്റെ അവിടുന്ന് കുറച്ച് ദൂരത്തിലുള്ളവരുന്നാണെങ്കിലും എല്ലാവരും വന്ന് ഒരു ഏകദേശം ഓരോരുത്തരും ഒന്നിച്ചു കൂടി കുറച്ച് ആളുകൾ ഒന്നിച്ച് തന്നെയാണ് എപ്പോഴും അങ്ങനെയാണ് പോക്ക്. അപ്പൊ അത്രയും അവരെയൊക്കെ കാത്തു നിന്ന് ഓരോരുത്തരുടെ വീട്ടിൽ പഠിക്കൽ ഇങ്ങനെ ഓരോരുത്തർ വരുന്നതിന് അങ്ങനെ പോകണം. അപ്പം തന്നെ എല്ലാവർക്കും ഒന്നിച്ചു പോവാലോ. അങ്ങനെയുള്ള ഓർമ്മകൾ അതൊക്കെയായിരുന്നു അന്നത്തെ. അപ്പൊ ഏകദേശം നമ്മൾ രാവിലെ എണീറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ വന്നു. പിന്നെ സ്കൂളിലേക്ക് പോയി അങ്ങനെ. അപ്പൊ അതാണ് നമ്മൾ ആ രാവിലത്തെ ഒരു ശീലങ്ങളും ചിട്ടകളും ഇങ്ങനെയായിരുന്നു. രാവിലെ ഇതൊക്കെ ഒരു കറക്റ്റ് സമയം തന്നെയാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ഇനി ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ, ഉച്ചയ്ക്ക് സ്കൂളിൽ ഇട്ട് വരുന്ന കാര്യങ്ങൾ, ആ കാലത്ത് തന്നെ അന്ന് കുറച്ച് ഓർമ്മകൾ, അതൊക്കെ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത് നമ്മളെ രാവിലത്തെ കാര്യങ്ങൾ മാത്രം. അതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.